ഹലോ കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കുറേ ദിവസം കൊണ്ട് കുഞ്ഞ് പറയായിരുന്നേ അവൾക്ക് അട ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഇലയുടെ ഇല്ലേ, ഇലയുടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2-3 ഞാലിപ്പൂവൻ പഴം, കുറച്ച് ഡേറ്റ്സ്, കുറച്ച് ഉണക്കമുന്തിരി ഇത്ര എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചിട്ട് കാണിക്കാവേ. അപ്പോൾ തന്നെ നമ്മൾ ആ ഡേറ്റ്സും ഞാലിപ്പൂവൻ പഴവും ഉണക്കമുന്തിരി എല്ലാം നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ മാവിനകത്തിലിട്ട് കുഴയ്ക്കണം. അത് ഏറ്റവും ബെറ്റർ ഗോതമ്പ് പൊടി എടുക്കുന്നതായിരിക്കും കേട്ടോ. അരിപ്പൊടിയേക്കാൾ നല്ലത് ഗോതമ്പ് പൊടി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടിക്കകത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതിനകത്തിൽ ആവശ്യമുള്ള ഉപ്പിടണം. ഒരുപാട് വരിയിടരുത്. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന ഒത്തിരി ഉപ്പിടരുത്. ജസ്റ്റ് നമ്മൾ അതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ശർക്കര ചീകി ഇടണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിനകത്തിൽ കുറച്ച് ശർക്കരപ്പൊടി ഇടണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അല്ലല്ലോ, അത് അടക്ക് കുഴയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് വേണ്ടി നമുക്കൊരു സ്പൂൺ ഇങ്ങനെ തിരിച്ച് വെച്ച്, ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ ആദ്യം ഒന്ന് ഇളക്കിയിട്ട്, അപ്പോൾ ഈ ഉപ്പ് ഇതെല്ലാം ഒന്ന് പിടിക്കും ഇതിനകത്തിൽ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഈന്തപ്പഴവും ഞാലിപ്പൂവൻ പഴവും എല്ലാം ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിത് ഈ പൊടിയും ഇതും തമ്മിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുഴയത്തില്ല നന്നായിട്ട്. ഇത് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ഈ ഡേറ്റ്സൊക്കെ ഇതിനകത്ത് അരച്ചതുകൊണ്ട് നല്ല മണമാണ് ഇപ്പോഴേ. ഇപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പൊടി ഇടാവേ. നമ്മൾ മറയൂർ ശർക്കരയാണ്, അപ്പോൾ നല്ല ഫ്രഷ് ശർക്കരയാണ്. ഈ ശർക്കരയ്ക്കും തേങ്ങയ്ക്കും ഒന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പിശുക്കി ഉണ്ടാക്കുമായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇതൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ സാധാരണ പോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് ഇലയ്ക്കകത്തിലോട്ട് റെഡിയാക്കാം. ഇത് കയ്യിൽ നിന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. ഇത് കുറേ നമ്മൾ ദോശമാവ് കുറച്ച് കട്ടിയായിട്ട്, പിന്നെ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കോരി ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് അത്രയും സോഫ്റ്റ് ഇഷ്ടമല്ല. ഇലയുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു കടിക്കത്തക്ക രീതിയിലുള്ളൊരു പരുവാണ്. മറ്റേ നമ്മളിൽ ഉമിഞ്ഞ് ഇറക്കേണ്ട ആ ഒരു പരുവായിപ്പോൾ. അധികം കട്ടിയില്ലാതെ ഇങ്ങനെ പരത്തി വെക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിതിൻ്റെ ആ കൂട്ട് മാത്രം ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇങ്ങനെ മടക്കി സൈഡ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് അടുക്കി വെക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് എടുത്ത് നിരത്തി വെക്കാം. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് ആവി കയറത്തക്ക രീതിയിൽ വേണം അത് നിരത്താൻ. രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ തിരിച്ചു വെക്കണം.
നമ്മുടെ ഇലയുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നോക്ക്, നല്ല സൂപ്പറായിട്ട് വന്നു, നല്ല കളറ്. ഇങ്ങനെ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിരിക്കേ. സൂപ്പർ, ഭയങ്കര മണം. കഴിച്ച് നോക്കാം. ചൂടാ, ഒരാൾ കൊതി പിടിച്ചിരിക്കുവാണേ. എങ്ങനെയുണ്ട്? സൂപ്പർ.